ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഫയറിംഗ് ആയിരുന്നു. വൈൽഡ് കാർഡ് എൻട്രി കൂടാതെ നിരവധി പേരെ ലാലേട്ടൻ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. പ്രേക്ഷകർക്ക് നിങ്ങളോടുള്ള അഭിപ്രായം വളരെ മോശമാണ്. ഇത്രയും വിത്തുകെട്ട സീസൺ കണ്ടിട്ടില്ല എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത്. നിങ്ങളും അറിയണമെന്ന് പറഞ്ഞ് അവരെ കുറേ കാര്യങ്ങൾ അറിയിച്ചിരുന്നു. നിരവധി പേർക്ക് വാണിംഗ് നൽകി. അതിലൊരാൾ ജാൻമണിയായിരുന്നു. ജാൻമണി ഒരു കണ്ടസ്റ്റൻറ്റിനെ ഇവിടെ ഇരുന്ന് പ്രാകുന്നത് കണ്ടുവെന്നും അത് അത്തരം രീതികളൊന്നും ശരിയല്ല എന്നും നിങ്ങൾക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയുകയാണ് ചെയ്യേണ്ടതെന്നും അല്ലാതെ ഇങ്ങനെ സംസാരിക്കുകയല്ല വേണ്ടതെന്നും ലാലേട്ടൻ വാണിംഗ് കൊടുത്തു. എന്നാൽ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ജാൻമണിക്ക് ചെയ്തതിൽ ഒരു കുറ്റബോധവുമില്ലെന്നാണ് പറയുന്നത്. അൻസിബയോടും ഋഷിയോടും രാത്രി ബെഡിലിരുന്ന് ജാൻമണി പറയുകയാണ് അവൾ ഇനിയും അനുഭവിക്കും. ജാസ്മിനെ ഉൾപ്പെടെ പറയുന്നുണ്ട്. ജാസ്മിൻ ക്യാപ്റ്റനായ സ്ഥിതിക്ക് ഇനി ജാസ്മിനോടായിരിക്കും എൻ്റെ പോര് എന്നും ജാൻമണി പറയുന്നു. അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ജാൻമണിയുടെ ഈ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നത്. അവൾ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ ഞാൻ അവളെ പച്ചയ്ക്ക് ഇൻസൾട്ട് ചെയ്യുമെന്ന് ജാസ്മിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ നോറയെ കഴിഞ്ഞ ദിവസം ജാൻമണി ഇരുന്ന് പ്രാകുന്നുണ്ട്. ഈ പ്രവൃത്തി ഒട്ടും ശരിയല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ജാൻമണിയുടെ ഈ പ്രവൃത്തിയെക്കുറിച്ച് പുറത്ത് പറയുന്നത് സൈക്കോ എന്ന് തന്നെയാണ്. ജാൻമണി കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ അൻസിബയോട് പറഞ്ഞത് ഒരു സൈക്കോ രീതിയിലായിരുന്നുവെന്നും ഒരു കൊലപാതകയോ അല്ലെങ്കിൽ ഇത്തരം രീതിയിൽ സൈക്കോ സ്വഭാവമുള്ളവർ ചിത്രീകരിക്കുന്ന പോലെയാണ് ജാൻമണി പറഞ്ഞതെന്നും പറയുന്നു. ഇതിന് പിന്നാലെ ജാൻമണി ബോധം കെട്ട് വീഴുകയായിരുന്നു. ബോധം കെട്ട് വീണത് അർജുൻ തന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നാലെ അർജുൻ പറഞ്ഞിരുന്നു ഈ ബോധം കെട്ട് വീണത് ചുമ്മാതെയാണെന്ന്. അതുപോലെ തന്നെ അവിടെയുള്ള ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. നോറ അടക്കമുള്ളവർ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് ജാൻമണി ബോധം കെട്ട് വീണത് മനഃപൂർവ്വമാണ്, അഭിനയമാണ് എന്നൊക്കെയാണ്. അതിന് കാരണം ജാൻമണി ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമയം കണ്ണനങ്ങുന്നുണ്ടായിരുന്നു എന്നും ജാൻമണി നോക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അർജുൻ എടുക്കുന്ന സമയം തന്നെ കൈ അറിയാതെ ജാൻമണി പൊക്കുന്നുണ്ടായിരുന്നുവെന്നും അതൊക്കെ ബോധത്തോടെയാണ് കാണിച്ചതെന്നും പറയുന്നു. ബോധം കെട്ട ഒരാളെ പോലെ അല്ല ജാൻമണിയുടെ ശരീരം അപ്പോൾ പ്രതികരിച്ചതെന്നും എത്രയൊക്കെ അഭിനയിച്ചാലും ശരീരത്തിലൂടെ നമുക്ക് കണ്ടുപിടിക്കാനാകുമെന്നും പറയുന്നുണ്ട്. നിരവധി പേരാണ് ഇപ്പോൾ ജാൻമണിയുടെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നത്. ജാൻമണി വളരെ ഫേക്കായിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നുവെന്നും എന്തൊക്കെയോ അഭിനയിക്കുന്ന പോലെ തോന്നുന്നുവെന്നും പറയുന്നു. അത്തരത്തിലൊന്നു തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടതും. ഞാൻ അവളെക്കുറിച്ച് പറഞ്ഞതിലൊന്നും എനിക്കൊരു റിഗ്രറ്റുമില്ല. ഞാൻ അങ്ങനെ ഇനിയും പറയും. ഞാൻ പറഞ്ഞതിലൊരു തെറ്റുമില്ല എന്ന് ഋഷിയോടും അൻസിബയോടും ഇത് ചോദിക്കുന്നുണ്ട്. അൻസിബ ഒന്നും മിണ്ടുന്നില്ലെങ്കിലും വളരെ ക്രിമിനൽ മൈൻഡുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറയാം. കാരണം ഋഷിയെ തുറന്നുവിട്ട് എല്ലാം ഉണ്ടാക്കുന്നത് അൻസിബയാണ്. അൻസിബ വെറുതെ ഇരിക്കത്തേ ഉള്ളൂ, വേറെ മത്സരമൊന്നും കളിക്കില്ല. പക്ഷേ അൻസിബയുടെ ബുദ്ധിയാണ് ഇപ്പോൾ തന്ത്രമായി നിൽക്കുന്നത്. അൻസിബയുടെ കളി മനോഹരമാണെന്നും ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ അറിഞ്ഞു നിൽക്കുന്നത് അൻസിബ തന്നെയാണെന്നും നിരവധി പേർ പറയുന്നുണ്ട്. എല്ലാവരും ജാസ്മിനും ഗബ്രിയും ടാർഗറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് പേർ കളി അറിഞ്ഞു കളിക്കുന്നവരുണ്ടെന്ന് പറയണം. അത്തരത്തിൽ പക്ഷേ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വാണിംഗ് കൊടുത്തിട്ടും ജാൻമണി കേട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത്. പുറത്ത് സൈക്കോ എന്ന വിളിപ്പേരുള്ള ജാൻമണിക്ക് ഇപ്പോൾ കടുത്ത വിമർശനം തന്നെയാണ് ഉയർന്നു വരുന്നത്. മോഹൻലാൽ പറഞ്ഞിട്ടും ആ വാക്കിൽ ഒരു തരി മാപ്പ് പോലും പറയാൻ ശ്രമിക്കാത്ത ഒരു വ്യക്തിയാണ് ജാൻമണിയെന്നും ആ സ്വഭാവം തീരെ ശരിയായില്ല എന്നൊക്കെ നിരവധി പേർ പറയുന്നുണ്ട്. ഇതിനെ തുടർന്ന് ജാൻമണിക്ക് കടുത്ത വിമർശനം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.